ഖാന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആരടുത്ത് ചോദിച്ചാണ് ഷോ തുടങ്ങുന്നത്? ഷോ തുടങ്ങാൻ പോവാണ്. എന്താ പ്രശ്നം? എന്താ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അതെന്താ പറ്റാത്തെന്താ? ഞങ്ങൾക്ക് ഒരാളോട് ചോദിക്കാനുണ്ട്. ആരോടാണ് ചോദിക്കേണ്ടത്? അപ്പനെന്ന് പേരുള്ള തേർഡ് റൈറ്റ് സെറ്റ്. വാവ്, താൻ ആരാടോ? നാട്ടുരാജാവ്. ആഹാ, അപ്പൊ എന്നെ ഒഴിവാക്കിയല്ലേ? എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. ഇപ്പൊ എന്നെ വേണ്ട. അങ്ങനെ ഒഴിവാക്കി പോയതൊന്നുമല്ല. ഇനി ഒന്നും പറയണ്ട. ഇന്നലെ നമ്മൾ തകർത്തില്ലേ? അല്ലാതെ എന്റെ ഭയങ്കര ഹെവി ഡാൻസ് കാരണം. ഓ, ഇത് കഴിഞ്ഞില്ലേ ഇതുവരെയ്ക്കും? മനസ്സിലായി, ഹെവി ഡാൻസ് ആയിരുന്നു. ഡാൻസ് ഒക്കെ ഇന്നലെ തീർന്നു. ദേവി ഇത് അത് വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി നമ്മളെ വെറുപ്പിക്കരുത്. എനിക്ക് ഉറങ്ങുമ്പോഴൊക്കെ ഇതെന്താണെന്നറിയോ? എന്റെ ഡാൻസ് ഇങ്ങനെ വന്നോണ്ടിരിക്കും. എന്താണെന്നറിയോ, ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു വെച്ചു സൽമാൻ ഖാൻ ആയിട്ടുണ്ടെന്നേ. അതിന്റെ ഹാങ് ഓവറിലാണ്. അത് ഇവർക്കൊക്കെ അറിയാന്നുള്ള കാര്യമാണ്. അല്ലേ, നിങ്ങൾക്കൊക്കെ അറിയാന്നുള്ള കാര്യമല്ല. ഞങ്ങൾക്കാർക്കും അങ്ങനെ തോന്നിയില്ലായിരുന്നു. ഇവിടെ ചിലവർക്ക് മാത്രം സൽമാനെ ഖാൻ പോലെ തോന്നി. എന്തായാലും ഗംഭീരമായ ഒരു എപ്പിസോഡായിരുന്നു ഇന്നലത്തെ. स्वैग से करेंगे सबका स्वागत. चल झलक झलक उन कुंजल सुल यदि यदि पिड़केंजल चल झलक झलक उन कुंजल सब आओ मेरे पास रह जाओ मेरे साथ प्रेमनिया मौसम छे. അത് എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്നലെ എനിക്ക് ജീപ്പൊക്കെ ഓടിച്ചു. എനിക്ക് ഭയങ്കര ബാക്കൊക്കെ ഭയങ്കര ചെറിയ. അപ്പം ഇന്ന് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അമ്മ ഒന്ന് ഇരുന്ന് ഓടിച്ചു നോക്കാം പ്ലീസ് അമ്മ. ഇങ്ങനെ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ ഇട്ട്. അമ്മ ഒന്ന് ഓടിച്ചു നോക്കാം. അമ്മൂന് അതേപോലത്തെ ഫീൽ ഉണ്ടോ എന്ന് നോക്കട്ടെ. ആണല്ലേ? അപ്പൊ വിവേകേട്ടന് വയ്യാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഓടിക്കാം. സുഖമില്ലെങ്കിൽ അപ്പൊ ഞാനെന്നാ ഇപ്പുറത്തിരിക്കാം. വരുന്നുള്ളൂ. വിവേകേട്ടാ ഓക്കെ അല്ലേ? ഞാൻ പെർഫെക്റ്റ്. സെന്റർ ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇപ്പോഴാണ് ശരിക്കും എനിക്ക് ഇതിനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഒരു കുഴപ്പമില്ല. ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് എന്നോട് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞത്. അതെ അതെ. ഓ, അല്ലാതെ നടുവേദന ആയതുകൊണ്ടല്ല. അപ്പുറത്ത് ഇപ്പുറത്ത് ഹെവി എപ്പോഴും പറയാനുള്ള പോലെ ഹെവി ഹെവി. ഓ, ഹെവി. ആഹാ, അപ്പൊ എന്നെ ഒഴിവാക്കിയല്ലേ? അയ്യോ, ഞാൻ ഒഴിവാക്കിയൊന്നുമല്ല. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. ഇപ്പൊ എന്നെ വേണ്ട. അത് കഷ്ടായി പോയിട്ടോ. ഇങ്ങനെയൊന്നും വളരെ കാണിക്കാൻ പാടില്ല. മോശമായിട്ടുള്ള വളരെ പ്രവണതയായിരുന്നു. എന്താ ഇങ്ങനെ മിസ്റ്റർ സൂരജ്? കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ വേണം. അതെ, അല്ല, അത് ഞാൻ അങ്ങനെ അങ്ങനെ ഒഴിവാക്കി പോയതൊന്നുമല്ല. ഇനി ഒന്നും പറയണ്ട. സീറ്റൊന്നും മാറണ്ട, അവിടെ തന്നെ ഇരുന്നോ. മാറണ്ടല്ലേ? അത് ഹെവി ആയിട്ട് വലിക്കുന്നുണ്ടോ? അതെ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാനും കേട്ടിരുന്നു ഇമ്മണി വലിയൊരു ഫാനിനെ പറ്റി. മാളവികയ്ക്കും വിവേകിനും സൗഭാഗ്യയ്ക്കും എല്ലാ കണ്ടസ്റ്റൻസിനും എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു, താങ്ക് യു. അപ്പോൾ സൂര്യചേട്ടാ, സോറി വിവേക്, ഞാൻ തൽക്കാലം പോവാണ്. അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അട്ടിച്ചുപോയി. വിവേകിൻ്റെ ഇതുവരെ ആരും കാണാത്തൊരു മുഖം നിങ്ങളിനി കാണാൻ പോവാണ്. അതേത് മുഖം? ഇനിയുണ്ടോ? ഹെവി മുഖം. ഹെവി മുഖല്ലേ? എന്റെ മുഖത്ത് ദീപ്തി അറിയുന്നില്ലല്ലോ, ഇനി കാണാനൊന്നും ബാക്കിയില്ല. അത്രയും വളുപ്പ് മുഖങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തോ അങ്കക്കൊടം. എന്താണോ എന്തോ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇനി വയ്യ. പക്ഷെ എന്നാലും എനിക്ക് അത് ഫീൽ ചെയ്തു. വേണ്ട, ഞാൻ അപ്പുറത്തന്നെ ഇരുന്നോളാം. ശരിക്കും ശരിക്കും ഞാൻ ഒടുവിൽ അപ്പുറത്തന്നെ ഇരുന്നോളാം. കുറ്റസമ്മതം നടത്തി. ഇനി മാറാൻ പറഞ്ഞ മാറില്ല കേട്ടോ. ഇനി മാറണ്ട. അപ്പൊ ഓക്കെ, നമുക്ക് എപ്പിസോഡ് തുടങ്ങാം. ഈ ജഗജാല കില്ലാടികളെയൊക്കെ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. വെയിറ്റ്, ലക്ഷ്മി ഡാൻസ് ചെയ്തായിരുന്നോ?
ഞാനങ്ങനെ ഡാൻസ് ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ. ഇല്ലില്ല, ഞാൻ നമ്മളാരും കണ്ടില്ല ഡാൻസ്. ഇനിയിപ്പോ അതിന്റെ ആവശ്യമുണ്ട്. അത് എന്തായാലും ഷോ ഓപ്പൺ ആയി തുടങ്ങി. ഇല്ല, അതിന്റെ ആവശ്യമുണ്ട്. നമ്മളൊക്കെ perform നമ്മളെല്ലാം പെർഫോം ചെയ്തില്ലേ? പെർഫോം ചെയ്തിട്ട് നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ ലക്ഷ്മി കണ്ടിന്യൂ ചെയ്യും ഷോ. അല്ലല്ല, അത് ഞാൻ പറയട്ടെ. ഞാൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഞാൻ വേണ്ട നമ്മളിപ്പോ വേണ്ട 3 പേര് വേണ്ട വേണ്ട കുഴപ്പമില്ല, സാരമില്ല. ലക്ഷ്മി ഓക്കെയാണ്. അപ്പൊ കളിക്കാൻ പറ്റുമോ ലക്ഷ്മിക്ക്? ഞാൻ ശ്രമിക്കാം. ഇവിടെ എന്താ ഇപ്പൊ സംഭവിക്കുന്നത്? എന്തായാലും നടക്കും. അല്ല, നമ്മൾ ആ കുട്ടിയുടെ കംഫർട്ടബിളും കൂടെ നോക്കണ്ടേ? വിവേകേട്ടനെ മെന്റലി സപ്പോർട്ട് ചെയ്യാണ്. അത് നമ്മള് ലക്ഷ്മി ശരി, ആ ready ആണോ? സപ്പോർട്ട് കളിക്കാൻ ഒന്ന് ready ആണോ? കൊടുത്ത് കളിക്കാം എന്തായാലും. perform ചെയ്താൽ മതി. ഡാൻസ് കളിച്ചാൽ നമുക്ക് ഡാൻസ് കണ്ടാ മതി. അപ്പൊ ലക്ഷ്മി, ഇവരെ എല്ലാവർക്കും നമ്മൾ ആ ലക്ഷ്മിയുടെ ആ തകർപ്പൻ പെർഫോമൻസ് ഒന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനെ വിട്ടാ കൊള്ളൂലല്ലോ. ലക്ഷ്മി കൊള്ളാലോ. ഇത്രയും നല്ല ഒരു ടാലന്റ് ഒക്കെ ഉണ്ടായിട്ടാണോ ആദ്യം കുറെ ജാട കാണിച്ചത്? ഇങ്ങനെ നിങ്ങളെ കൊണ്ട് പറയിക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് ഇഷ്ടമല്ല എന്നെ ഇങ്ങനെ ആരെങ്കിലും പുകഴ്ത്തുന്നത്. അത് കാരണം ഞാൻ മനഃപൂർവ്വം ചെയ്യാതിരുന്നത്. എന്തായാലും ഇപ്പൊ നിങ്ങൾ ലക്ഷ്മി ഒന്നും പറയല്ല, അടിപൊളിയായിരുന്നു കേട്ടാ. Thank you. ബാക്കി ആരെക്കാളും നന്നായിരുന്നു. ഞാനും പറഞ്ഞ അടിപൊളിയായിരുന്നു. ലക്ഷ്മി മിസ്റ്റർ ഗോപൻ എന്താണ് പ്രശ്നം? അത് ഇതാണ്, തകർത്തു. ഞാൻ ഇപ്പൊ ഇവിടെ നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരൊറ്റ ഇതേ ഉള്ളൂ. എന്നോട് ഒപ്പം നിൽക്കാൻ പറ്റിയ ഒരൊറ്റ ആൾ ലക്ഷ്മി മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നല്ല, ഉഗ്രൻ ഡാൻസ് ആയിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ പറഞ്ഞു നല്ല പാട്ട്. ഹാർഡ് വർക്ക് ഡാൻസ് പഠിക്കുന്നുണ്ടോ ലക്ഷ്മി? ഇല്ല, ഞാൻ എന്റെ സ്വന്തം കഴിവിൽ കളിച്ചതാണ്. വാവ്, ഗ്രേറ്റ്, ബ്യൂട്ടിഫുൾ. കൈയടിക്കൂ പ്ലീസ്. Special. അപ്പൊ ഇനി അധികം നേരം കളയാണ്ട് നമ്മുടെ സ്റ്റാർസിനെ നമുക്ക് വിളിക്കാം. നമുക്ക് നമ്മുടെ താരങ്ങളെ കാണാം. ഓക്കെ, ഇമ്മിണി വലിയൊരു ഫാന്റെ വേദിയിലേക്ക് എത്തുന്നു ഈ ഷോയുടെ ഏറ്റവും പ്രധാന താരങ്ങൾ. I like to move it, move it. I like to move it, move it. I like to move it, move it. You like to move it. All girls all over the world. Original King Julian on the case man. I love how all the girls move their body. And when you move your body, you know move it nice and sweet and sassy. Alright? Woman, you cute and you don't need no makeup. Original cute body makeup on model. Woman, you cute and you don't need no makeup. Original cute body makeup on model. Woman, physically fit, physically fit, physically fit. Woman, physically fit, physically fit, physically fit. Woman, nice, sweet, fantastic. Pretty body ocean is a big tight and woman nice, sweet, energetic. Pretty body ocean is a big tight and woman nice, sweet, fantastic. Pretty body ocean is a big tight and woman nice, sweet, fantastic. Pretty body ocean is a big tight and I like to move it, move it. I like to move it, move it. I like to move it, move it. You like to move it. I like to move it, move it. I like to move it, move it. I like to move it, move it. You like to move it, move it. Woman, you cute, and you don't need no makeup. Original cute body makeup on mother. Woman, you cute, and you
mud up, got your lipstick. On your face, make mud up. Woman, your nice broad face and your nice hip, make man feel. അപ്പൊ നമ്മുടെ ജഗജാല കില്ലാടികളൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, ഇനി എല്ലാം കാണാനുള്ളതേ ഉള്ളൂ. എണ്ണി നോക്കില്ല, 21 പേരുണ്ട്. എന്തെന്ന് പറയാമോ? എന്റെ പൊന്നോ. അവര് നോട്ടീസ് ചെയ്തോ? ട്വിൻസ് നോട്ടീസ് ചെയ്തോ? അവര് നടന്നു വന്നപ്പോൾ സോ ക്യൂട്ടായിരുന്നു. എല്ലാരും ക്യൂട്ടായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. ഇതിപ്പം ലാലേട്ടൻ ഫാൻ ഉണ്ടാവാം, മമ്മൂക്ക ഫാൻ ഉണ്ടാവാം, അല്ലേ? ചിത്ര ചേച്ചിയുടെ ഫാൻസ് വരെ ഉണ്ടാവും, റഹ്മാൻ ഫാൻസ്, അങ്ങനെ ഒരുപാട് ഇത് കാണാം. നമുക്ക് ഭയങ്കര സസ്പെൻസിൽ ഇരിക്കുവാണ്. അതിപ്പോ ഇനിയിപ്പോ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം ആര് എന്ത് എങ്ങനെ ഏത് മുഖത്തിൽ ഏത് ഭാവത്തിൽ വരുന്നൊക്കെ. അവരും നല്ല രീതിയിൽ സസ്പെൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ ആരൊന്നും വിട്ട് പറയുന്നില്ല, ഇങ്ങനെ നിൽക്കണം. അപ്പൊ നമുക്കാണ് ഇനിയിപ്പോ ത്രില്ല് അടിച്ചിരിക്കുന്നത്. ഇപ്പൊ ആരെ കാണിക്കും, ഞാനിപ്പോ ഓൾറെഡി ഗസ് ചെയ്ത് തുടങ്ങി ഇന്നാൾ ഇന്ന ഫാൻ ആയിരിക്കും എന്നൊക്കെ ഞാൻ ഗസ് ചെയ്തു. ഗസ് ഒക്കെ ശരിയാണ് എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടി അവർ ഇരിക്കുകയാണ്. നമുക്കൊരു കോമ്പറ്റീഷൻ വെക്കാം, ഇവരാരെ കാണിക്കും. റെഡിയല്ലേ എല്ലാരും? എന്താ ഒരു എനർജി ഇല്ലാത്ത, കുറച്ചുകൂടെ ഒക്കെ ഇതായിട്ട് പറ. നേരത്തെ അവിടെ കണ്ട എനർജി ഒക്കെ ജഗജാല കില്ലാടികൾ പണി തുടങ്ങി കഴിഞ്ഞു. ഓൾ ദി ബെസ്റ്റ്. എന്താ ഇത്, എന്ത് പറ്റി? നിങ്ങൾ ഷോ തുടങ്ങാൻ പോകുവാണ്. തുടങ്ങാൻ പോവാണ്. നിങ്ങൾ ആരടുത്ത് ചോദിച്ചാണ് ഇവിടെ ഷോ തുടങ്ങുന്നത്? ഷോ തുടങ്ങാൻ പോവാണ്, എന്താ പ്രശ്നം? എന്താ അങ്ങനെ പറഞ്ഞാ പറ്റില്ല. അതെന്താ പറ്റാത്തെന്താ? ശരി ശരി ശരി, അപ്പൊ നിങ്ങൾ ഷോ തുടങ്ങാൻ പോകുവാണ് അല്ലേ? അതെ. എങ്കിൽ ഞങ്ങൾക്ക് ഒരാളോട് ചോദിക്കാനുണ്ട്. എനിക്ക് അപ്പോഴേ തോന്നുന്നു ഇവരുടെയൊക്കെ ബാക്കിൽ ആരോ ഉണ്ടെന്നുള്ളത്. ആരോട് ചോദിക്കാം? ആരോടാണ് ചോദിക്കേണ്ടത്? ആ വിശ്വരൂപം കണ്ട് നിങ്ങൾ ഞെട്ടരുത്. ഞങ്ങള് ഞെട്ടത്തൊന്നുമില്ല. ആരാന്ന് പറ. ആ വിശ്വരൂപം. മനസ്സിലായില്ലേ? അമ്മ പറ, അമ്മ നോക്കട്ടെ, അമ്മൂന് മനസ്സിലായോ? വിവേകേട്ടൻ പറ, മനസ്സിലായോ ഇല്ലയോ? ലാലേട്ടൻ. അയ്യോ, ഹായ്, ഞാൻ ആഷിഖ്. ഞാൻ ട്രിവാൻഡ്രത്തുള്ള ശ്രീകണ്ഠേശ്വരത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ പഠിക്കുന്നത് സർവോദയ സെൻട്രൽ വിദ്യാലയ നാലാഞ്ചിറയിലാണ്. ഞാൻ ലാലേട്ടൻ്റെ ഫാനാണ്. കാരണം എനിക്ക് നരസിംഹം സിനിമ കണ്ടപ്പോൾ ലാലേട്ടനെ നന്നായി ഇഷ്ടമായി. എല്ലാവരും എന്നെ വിജയിപ്പിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും എൻ്റെ പ്രോഗ്രാം കാണണം. ആഷിഖിനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആഷിഖിന്റെ മാനറിസംസ് ഒക്കെ കണ്ടിട്ട് ഒരു കുട്ടി ലാലേട്ടനെ പോലെ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുറേ പേര് പറഞ്ഞായിരുന്നു. ആണല്ലേ? എനിക്കത് ഫീൽ ചെയ്തോട്ടെ, ഒരു കുട്ടി ലാലേട്ടൻ, ക്യൂട്ട് ആയിട്ടുള്ള ഒരു ലാലേട്ടൻ. ഞാനത് കണ്ടപ്പോൾ ആദ്യം കണ്ടപ്പോൾ തന്നെ നമ്മൾ പറയുകയും ചെയ്തു, ഒരു കുട്ടി ലാലേട്ടന്റെ ഫീൽ ഉണ്ട്. ആഷിഖ്, ഓൾ ദി ബെസ്റ്റ്. നെഞ്ച് വിരിച്ച് ലാലേട്ടൻ, തോള് ചെരിച്ച് ലാലേട്ടൻ, മീശ പിരിച്ച് ലാലേട്ടൻ. കാലമേ നന്ദി. കഴിഞ്ഞു പോയ ഒരുപാട് വർഷങ്ങളെ ഇങ്ങനെ തോൽപ്പിക്കാൻ സാധിച്ചത് ഈ മാണിക്യൻ, ഒടിയൻ മാണിക്യൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയാണ് കളി. അപ്പൊ തുടങ്ങാമല്ലേ? ഗുഡ് ഈവനിങ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പു ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു, കളഭ കുങ്കുമം കണ്ടു ഞാൻ. മധുര മധുരമൊരു നിറപൊലി നുകർന്നു തൊഴുകൈ കൂപ്പിയുണരും. ഇതൊന്നും സ്വപ്നമല്ലെന്ന് വിശ്വസിക്കാൻ ഇനി എനിക്ക് പറ്റുന്നില്ല. ഉറക്കം വരാതെ കിടക്കുമ്പോ ചിലപ്പോ തോന്നും എല്ലാരെയും പറ്റിച്ച് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഭ്രാന്തനായിട്ട് ഇവിടെ തന്നെ കഴിഞ്ഞാലോ എന്ന്. ഇവിടം വിട്ടുപോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഒന്നറിഞ്ഞാൽ കൊള്ളാം, സാവിത്രിക്ക് എന്തേ എന്നെ ഇഷ്ടമായത്?
മന്ത്രങ്ങൾ എന്നും നാദം ലയം വീണ തേടുന്നു. ഉണരു നീ വീണ ചൊരിയു നീ രാഗം, ഉണരു നീ വീണ ചൊരിയു നീ. എനിക്ക് വട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും എല്ലാ വട്ടന്മാരും അങ്ങനെയാണ് പറയുന്നത്. 10 വിഡ്ഢികളുടെ മുമ്പിൽ ഒരു ബുദ്ധിമാന് എന്ത് സ്ഥാനമാണുള്ളത്? നിങ്ങൾക്ക് ഞാൻ ഭ്രാന്തനാണെന്ന് തോന്നുന്നെങ്കിൽ ഞാൻ ഇവിടെ കിടക്കാം, ഇല്ലെങ്കിൽ ഞാൻ പോവാം. കളഭം ചാർത്തും കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവം ഒന്നായി പാടും കനിയൂടയോരേ, കനിയൂടയോരേ. കളഭം ചാർത്തും കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവം ഒന്നായി പാടും കനിയൂടയോരേ, കനിയൂടയോരേ. മാറിക്കടാ തോമാച്ച, നമ്മുടെ പുതിയ SI കുറ്റിക്കാട് സാറിന് നിന്നെ ഒന്ന് കാണണമെന്ന്. എന്താ കാര്യം? കുട്ടനാട്ടെ ചങ്കിലെ ചോര കുടിക്കുന്ന ആടുതോമയെ സാറിന് നേരിട്ട് പരിചയപ്പെടണമെന്ന്. എന്തിനാ? ആടുതോമയ്ക്ക് കുറ്റിക്കാരന്റെ പെങ്ങളെ കെട്ടിച്ചേരാനാണോ? ഇതിന്റെ പുത്തൻ റേബൻ ഗ്ലാസ് ഇത് ചവിട്ടിപ്പൊട്ടിച്ച് നിന്റെ കാലയും വെട്ടി. പാടിക്കുളിക്കും പരൽമീൻ കണ്ണുള്ള പെണ്ണേ കറമ്പി മാടി വിളിക്കും മാറത്തെ മാമ്പുള്ളിച്ചുണങ്ങ് പുള്ളിച്ചുണങ്ങ്. നരഭോജികളായ വരയമ്പുലികൾക്ക് അന്തകനാകാൻ അവതാരമെടുത്തവൻ മാണിക്യൻ അല്ല, ഒടിയൻ മാണിക്യന്റെ ഒടിവേലകൾ കണ്ടു തുടങ്ങാമല്ലേ? കൂട്ടരെ, ഇനിയാണ് കളി. അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടാ പോരല്ലോ, നമുക്ക് ചേട്ടനോടും ചേച്ചിമാരോടും ഒന്ന് ചോദിക്കാം എന്താ അഭിപ്രായം എന്നുള്ളത്. വിവേകേട്ടാ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ്റെ ഒരു 3-4 സിനിമ ഒരുമിച്ച് കണ്ട ഒരു ഫീലായിരുന്നു. ആ ഒരു എന്താ മേക്കിംഗ് നന്നായിരുന്നു കേട്ടോ. പഴയ സിനിമകൾ മുതൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇറങ്ങാൻ പോകുന്ന ഒടിയൻ വരെ വന്ന് നിൽക്കുന്നത് ഭയങ്കര നന്നായിരുന്നു. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സൗഭാഗ്യ? ഇതിൻ്റെ കൊറിയോഗ്രാഫിയൊക്കെ സൂപ്പർബായിരുന്നു കേട്ടോ. യൂഷ്വലി ഈ ഡ്രസ് ചേഞ്ചിന് വേണ്ടി പോകുമ്പോൾ കുറച്ച് നമുക്ക് ഡള്ളായിട്ടിരിക്കും, പക്ഷേ ഇത് അങ്ങനെ ഫീൽ ചെയ്തേ ഇല്ല. ആ ഡയലോഗ്സ് ആ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തത് ഇതൊക്കെ സൂപ്പർബായിരുന്നു. മോനെ, വാട്ട് എ ബ്രില്യൻറ്റ് സ്റ്റാർട്ട് ഫോർ ദിസ് ഷോ. അത്രയും സൂപ്പർബായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര ഒരു എനർജി. യു സെറ്റ് ദ സ്റ്റേജ് ഓൺ ഫയർ. അമ്മു എന്താ പറയാ, നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഫസ്റ്റ് പെർഫോമൻസ് ആകുമ്പോൾ നമുക്ക് ആർക്കും അറിയില്ല എങ്ങനെയായിരിക്കും ഒരു പെർഫോം ചെയ്യാൻ. നമ്മളെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു ഇരുന്നത്. അതെന്തായാലും ഫുൾഫിൽ ചെയ്തു. ആ ഡാൻസ് ചെയ്യുന്ന മൂവ്മെൻറ്റ്സും ആ ആറ്റിറ്റ്യൂഡും ആൻഡ് ഫൈനലി ആ ഒടിയൻ്റെ ഡയലോഗും ആ ചിരിയും അതായിരുന്നു ഹൈലൈറ്റ്. അതാണ് അതിൻ്റെ പെർഫോമൻസിനെ ഏറ്റവും പീക്കിലേക്ക് എത്തിച്ചത്. ആ ഒരു പോർഷനായിരുന്നു. ബ്രില്യൻറ്റ് പെർഫോമൻസ്. ആഷിക്കിന് ഇഷ്ടമുള്ള സിനിമ ഏതാണെന്ന് പറഞ്ഞാൽ? നരസിംഹം. നരസിംഹത്തിൽ ഏതെങ്കിലും 2 ഡയലോഗ് പറയാൻ പറ്റുമോ? എന്താ മോളെ അനുരാധേ, പെരുവഴിയിലായ? വെള്ളമടിച്ച് കോൽ തിരിഞ്ഞ് പാതിരാക്കി വീട്ടിൽ വന്ന് കയറുമ്പോൾ ചെരുപ്പൂരി കാൽ മടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷരാത്രികളിൽ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും എൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒരു നാൾ വടിയായി തെക്കേ പറമ്പിലെ പുളിയന്മാവിൻ്റെ വിറകിനടിയിൽ എരിഞ്ഞു തീരുമ്പോൾ നെഞ്ച് തല്ലിക്കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം. പറ്റുമെങ്കിൽ കയറിക്കോ. ഇത്രയും കഴിവുണ്ടായിരുന്നു. ആ ഡയലോഗും ആ മോഡുലേഷനും കറക്റ്റ് ആയിട്ട് ചരിഞ്ഞു നിന്നുള്ള സംസാരം റെഡിയാണത്. റെഡി.
വീട്ടിലൊക്കെ ഇതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടോ ലാലേട്ടനെ? ചെയ്യാറുണ്ട്. അച്ഛൻ പോയിരുന്ന പണിയിടാന്ന് പറയുമ്പോൾ നീ ഇപ്പൊ പിന്നെ ദിനേശ എന്നൊക്കെ പറയാറുണ്ട്. പറയാറുണ്ട്. ഈ ചേട്ടനെയും ചേച്ചിമാരെയും നോക്കി എന്തെങ്കിലും ഒരു ഡയലോഗ് പറയണമെന്നോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആവാം. അപ്പനെന്ന് പേരുള്ള തേർഡ് റൈറ്റ് ചെറ്റ്. താൻ ആരാടോ? നാട്ടുരാജാവ്. തന്റെ കളരി പ്ലീസ്. കറക്റ്റ് വിവേകേട്ടനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തു. എന്തായാലും ആഷിക്ക് ഇനി വേറെന്തെങ്കിലും എന്തെങ്കിലും ചെറിയൊരു പാട്ട് നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, പാടി. വേടം വരുന്നേ കാടം വരുന്നേ കൂടൊരു മാടനുണ്ടേ കൂട്ടരും കൂടെയുണ്ടേ. അല്ല ഈ മാടൻ വരുന്നേ കൂടെ വരുന്നതൊക്കെ പറയുമ്പോ എന്നെ എന്തിനു നോക്കണില്ല? ഞാൻ മാടനാ. ലാസ്റ്റില് ഒരു കൂട്ടരും കൂടെയുണ്ട്. അതത്ര ഇഷ്ടപ്പെട്ട. ബാക്കിയൊക്കെ അടിപൊളിയാണ്. ബാക്കി കൂട്ടരും കൂടെ ഉണ്ട് ഒഴിച്ച് ബാക്കി എല്ലാം ബോറായിരുന്നു എന്നാണ് അവര് പറഞ്ഞത്. അല്ല, ബാക്കിയൊക്കെ അടിപൊളിയാണ്. അവിടെ ഓഡിയൻസിന്റെ അവിടെ നിന്ന് എന്നെ നോക്കിയാൽ ചിരിച്ചോണ്ടാണ് കൈയ്യുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എലിമിനേഷൻ എപ്പിസോഡിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഓൾ ദി ബെസ്റ്റ് ആഷിക്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നെഞ്ചിനകത്ത് നെഞ്ച് വിരിച്ച് പാഴപുല്ലേ Costume courtesy for Vivek Gopan. Westside. Costume courtesy for Malavika Nair. Sparkles. Costume courtesy for Lakshmi. Sparkles. Accessories for Malavika Nair. Alfonsa. Accessories for Lakshmi. Alfonsa.